ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. അങ്ങനെ അന്ന് ഞാൻ വിശ്വാദീപം വിട്ട് ഇറങ്ങിയതാണ് മോളെ. ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരിടത്ത് വന്ന് താമസിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ അവിടെ കൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല. ഞാൻ ആ ദുഷ്ടമനുഷ്യന്റെ നാടായ ഈ ആലപ്പുഴയിലെത്തി. 9 മാസങ്ങൾ കഴിഞ്ഞു. തികച്ചും ഒറ്റപ്പെട്ട എനിക്ക് ദൈവം മക്കളായി ഒന്നല്ല, പ്രസവത്തോടെ 2 പേര് തന്നിരുന്നു. അതായിരുന്നു നീയും എൻ്റെ നിഷിമോളും. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ ദുഷ്ടമനുഷ്യൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ വരുമെന്ന് മനസ്സിലാക്കിയ അവർ ഒരു മുൻകരുതൽ എന്നോണം ഞാൻ ആദ്യം പ്രസവിച്ച എൻ്റെ നിഷിമോളെ, അവൾക്കൊരു 10 ദിവസം പ്രായമാകുന്നതിന് മുൻപ് തന്നെ എന്നിൽ നിന്ന് കൊണ്ടുപോയി. അന്ന് അവർക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പ്രസവം കഴിഞ്ഞ് ഞാൻ ആകെ അവശയായിരുന്നു. എൻ്റെ മുഖമാകെ വികൃതമായി മറ്റൊരു രീതിയിലായിരുന്നു ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണ് നിന്നെ മാത്രം അവരെന്നിൽ നിന്ന് കൊണ്ടുപോകാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിന്നെയും കൂടി വേണമെങ്കിൽ അന്നവർക്ക് വളരെ നിസ്സാരമായി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അതിന്റെ കാരണവും എനിക്കറിയില്ല. എന്നെങ്കിലും ഞാൻ അവരോട് പ്രതികാരം ചെയ്യാൻ പോയാൽ എൻ്റെ മകളെ കൊണ്ട് തന്നെ എന്നെ നശിപ്പിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ആലിയ മോളെ, നീ എൻ്റെ കയ്യിലും ആ ദുഷ്ടരുടെ കയ്യിൽ എൻ്റെ നിഷിമോളും എത്തിയത്. നമ്മൾ ഇതുവരെ കണ്ട കഥകളിലെ ദുഷ്ടരായ മനുഷ്യരല്ല ഇത്. കുബുദ്ധിയും തന്ത്രങ്ങളും അറിയാവുന്ന ക്രൂരന്മാർ കൂടിയാണ്. ഒത്തിരി മത്സ്യകന്യകമാരുടെ കഥകൾ ഞാൻ മോൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? മത്സ്യകന്യക ലേയുടെ, മഹാമത്സ്യറാണി മേഘയുടെ, ശേഷ മത്സ്യറാണി പ്രതയുടെ, ശേഷ മത്സ്യകന്യക പ്രീതിയുടെ, ഇതിനെല്ലാം ഉപരിയായി ആദ്യ മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ കഥ. പക്ഷെ ഈ കഥകളിലെ എല്ലാം ദുഷ്ടന്മാരെ പോലെ അല്ല എൻ്റെ ഇപ്രാവശ്യം ജീവിതത്തിലെ ദുഷ്ടന്മാർ. കൂർമ്മ ബുദ്ധിയുള്ള, പകലിനെ രാത്രിയാക്കാൻ കഴിവുള്ള ന്യൂ ജനറേഷൻ കാലഘട്ടമാണിത്. ഈ യുദ്ധത്തിൽ കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യരോടാണ് എൻ്റെ യുദ്ധം. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പില്ല.
പക്ഷേ എൻ്റെ അവസാനം വരെയും ഞാൻ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടനോട് പോരാടും. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചിരിക്കും. എൻ്റെ അച്ഛനാണെന്ന് പറയുന്ന ആ ദുഷ്ടനോട് ഞാൻ പ്രതികാരം നിറവേറ്റും. എൻ്റെ അമ്മയെ ചതിച്ചതിന്, കൊല്ലാതെ കൊന്നതിനുള്ള പ്രതികാരം. നിശി ചേച്ചിയെ നമ്മൾ കണ്ടെത്തും. മോളെ, നിനക്ക് നിശിയെ ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നീ അവളെ കണ്ടതല്ലേ? നീ അവളെ കണ്ട് സത്യങ്ങളെല്ലാം പറയണം. ഇന്ന് നമ്മുടെ വംശത്തിന്റെ ആ അടയാളം അവളുടെ തോളിൽ കണ്ടപ്പോഴാണ് എനിക്ക് അത് നമ്മുടെ നിശയാണെന്ന് മനസ്സിലായത്. അത് അമ്മേ, എനിക്ക് നിശ ചേച്ചിയുടെ മുഖം ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? നീ എന്താ മോളെ ഈ പറയുന്നത്? അതെ അമ്മേ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഞാൻ ബോധം കെട്ട് വീണതിന് ശേഷം എനിക്ക് അങ്ങനെ ഒന്നും വ്യക്തമായി കാണാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കെന്തോ ഒരു മറവ് പോലെ തോന്നുന്നുണ്ടോ എന്ന് സംശയം. അതുകൊണ്ട് എനിക്ക് നിശ ചേച്ചിയുടെ മുഖം ഒന്നും വ്യക്തമായി കണ്ടതായി തീരെ ഓർമ്മയില്ല. ഒട്ടും ഓർമ്മയില്ല അമ്മേ. പക്ഷെ ഒന്ന് മാത്രം ഞാൻ ഓർക്കുന്നു. നിശ ചേച്ചി ആ ദീപക്കിനെ ദീപ് ദീപെന്ന് ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരുന്നു. അമ്മ പേടിക്കണ്ട, ഞാൻ നിശ ചേച്ചിയെ കണ്ടെത്തും. ഇതെന്റെ വാക്കാണ്. ഇത്രയും പറഞ്ഞ് ആലിയ മാതൃകയെ കെട്ടിപ്പിടിച്ചു. അതേസമയം ഷികാവത്ത് വീട്ടിൽ ദീപക് കാറിൽ വന്നിറങ്ങിയതും സ്വപ്ന ഓടിപ്പോയി ദീപക്കിനെ കെട്ടിപ്പിടിച്ചു. തൊട്ടു പിന്നാലെ അച്ഛനായ നന്ദഗോപാലനും എത്തി. മോനെ, നീ നല്ലതുപോലെ ക്ഷീണിച്ചല്ലോ, സ്വപ്ന പരാതി പറഞ്ഞു. ഇനി നീ തിരികെ ഒന്നും പോകണ്ട, കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ സെറ്റിലായ മതി. അല്ല, എന്റെ അനിയൻ എവിടെ പോയി? എവിടെയാ അച്ഛാ മോക്ഷ്? അന്നേരം ദീപക്കിനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് ഒരാൾ മുന്നിലേക്ക് വന്നു. ഏട്ടാ, ഞാനിവിടെ ഉണ്ടെന്നേ. അത് മോക്ഷായിരുന്നു, ദീപക്കിന്റെ നേരെ ഇളയ അനിയൻ. മോക്ഷ് അങ്ങോട്ടേക്ക് വന്നതും എല്ലാവരും ചിരിച്ചു. ഇപ്പോഴും കുസൃതിയൊക്കെ കാട്ടി നടപ്പാണിവൻ. ആഹാ, അങ്ങനെയാണോ? ഇത്രയും പറഞ്ഞ് ദീപക് മോക്ഷന്റെ ചെവിക്ക് പിടിച്ചതും മോക്ഷ് പറഞ്ഞു, ഏട്ടാ ഒന്ന് വിട്. അല്ല ഏട്ടാ, ഇത്തവണ എന്തായാലും ഏട്ടൻ കല്യാണം കഴിക്കണം. കാരണം ഈ പാവപ്പെട്ടവൻ ഇവിടെ കെട്ടാച്ചരക്കായി നിൽക്കുവാണേ. ഓഹോ, കൊള്ളാലോ. അല്ലമ്മേ, ഇവനെ നിങ്ങളങ്ങ് കെട്ടിക്കാത്തെന്താ? എല്ലാം നടക്കേണ്ട സമയത്ത് അങ്ങ് നടന്നോളും. സംസാരിച്ച് നിൽക്കാതെ നീ അകത്തേക്ക് വാ. പോയി ഫ്രഷ് ആവും മോനെ, ക്ഷീണം കാണും നിനക്ക്. ദീപക് വീടിനകത്തേക്ക് പോയി. അതേസമയം ആ വീടിനെ ലക്ഷ്യമാക്കി ഒരാൾ വന്നു. കഥ വീണ്ടും തുടങ്ങുകയാണ്. അന്നൊരിക്കൽ ഇത് പ്രാർത്ഥനയിൽ അവസാനിച്ചെങ്കിൽ ഇന്ന് ഈ കഥ വീണ്ടും ഈ മാതൃകയിലൂടെ തുടരുകയാണ്. ഇനിയാണ് ശരിക്കുമുള്ള കളി നടക്കാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞ് ആ വ്യക്തി തിരിഞ്ഞു നടന്നു. അത് ആലിയയായിരുന്നു. ആരാണത്? അമ്മേ, പേടിക്കണ്ട മോളെ, എനിക്ക് പേടിയാവുന്നു മോളെ. ദിയ, നമുക്കെല്ലാം ശരിയാക്കാം. നീ ഒന്ന് സമാധാനിക്ക്. അതെ, ഞാൻ മത്സ്യക്കന്യകയാണ്. ഇച്ഛാധാരി മത്സ്യക്കന്യക. കാണും അതിമനോഹര കഥാമുഹൂർത്തങ്ങളുമായി മത്സ്യകന്യക 4 അടുത്ത ശനിയും ഞായറും രാത്രി 7.